ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒട്ടുമിക്ക റോയൽ എൻഫീൽഡ് വണ്ടികളുടെയും ലോ ഫ്യൂൽ സെൻസർ ലൈറ്റ് വർക്ക് ആകുന്നില്ല എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള കംപ്ലൈന്റ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ കൂടി നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ഷെയർ ചെയ്യുക. മാജിക് മീഡിയ 123 യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നമ്മളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനോടുകൂടി ലഭിക്കുവാൻ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ ഒട്ടുമിക്ക പുതിയ വണ്ടികളിലും ലോ ഫ്യൂൽ സെൻസർ ലൈറ്റ് വർക്കാവാതിരിക്കുന്നത്? ഇത് വലിയൊരു പ്രോബ്ലമായി കാണേണ്ട ആവശ്യമില്ല. ഇത് വണ്ടിയിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു പ്രശ്നമാണ്. പുതിയ വണ്ടികളിൽ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രോബ്ലം അധികമാകുന്നത്? ഇപ്പോഴത്തെ ലോ ഫ്യൂൽ സെൻസർ വരുന്ന വണ്ടികളിൽ സെൻസർ ലൈറ്റ് വർക്കാവാതിരിക്കാനുള്ള പ്രധാന 3 കാരണങ്ങൾ ഇതാണ്. ഒന്നുകിൽ ബൾബ് സോക്കറ്റിൽ നിന്നും ലൂസായി ഇരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ബൾബ് അടിച്ചു പോയതായിരിക്കാം. പക്ഷേ പുതിയ വണ്ടിയിൽ ബൾബ് അടിച്ചു പോകുവാനുള്ള ചാൻസ് 100-ൽ ഒരു 10% മാത്രമാണ്. പക്ഷേ ഇതായിരിക്കില്ല പ്രധാന കാരണം, ഇതൊരു സാധ്യത മാത്രമാണ്. പുതിയ വണ്ടികൾ ടാങ്കിന്റെ വലതുവശത്തായിട്ട് താഴ്ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോ ഫ്യൂൽ സെൻസർ കാണാൻ സാധിക്കും. 100-ൽ 90% ചാൻസ് ലോ ഫ്യൂൽ സെൻസറിന്റെ മാഗ്നറ്റിൽ മെറ്റലിന്റെ അംശമുള്ള പൊടി അടിഞ്ഞു കൂടുന്നത് കൊണ്ടാണ്. ഈ കാണുന്നതാണ് ടാങ്കിൽ നിന്നും റിമൂവ് ചെയ്തെടുത്ത ലോ ഫ്യൂൽ സെൻസർ. ഈ ലോ ഫ്യൂൽ സെൻസറിന്റെ മാഗ്നറ്റിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടി ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. നമുക്ക് ഇനി ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്ന് നോക്കാം. ഇതിന്റെ ടോപ്പിലായിട്ട് കാണുന്ന ആ ഒരു ലോക്ക് റിമൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് സെൻസർ പുറത്തെടുക്കാൻ സാധിക്കൂ. ഈ കാണുന്ന പോലെ പ്ലയറോ മറ്റോ ഉപയോഗിച്ച് ലോക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. വീഡിയോയിൽ കാണുമ്പോൾ എളുപ്പമാണെന്ന് കരുതി ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ വണ്ടിയിൽ സ്വയം ഇതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങളുടെ വണ്ടിയുടെ സർവീസ് ടൈമിൽ ഷോറൂമുകാരോട് തന്നെ ഈ ഒരു കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തന്നെ ഇത് ചെയ്തു തരുന്നതായിരിക്കും. സെൻസർ പുറത്തെടുക്കുമ്പോൾ അതിന്റെ താഴ്വശത്തായിട്ടുള്ള മാഗ്നറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും പൊടികൾ അടിഞ്ഞുകൂടിയിരിക്കുന്നത്. സെൻസറിന്റെ മാഗ്നറ്റിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ പൊടിയാണ് നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത്. പുതിയ വണ്ടിയുടെ ടാങ്കിൽ മെറ്റൽ ടൈപ്പിലുള്ള പൊടികൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയുള്ള കുറച്ച് പൊടികൾ പെട്രോൾ വഴി സെൻസറിന്റെ മാഗ്നറ്റിൽ പിടിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇങ്ങനെ ലോ ഫ്യൂൽ സെൻസർ മാഗ്നറ്റിൽ ഓവറായിട്ട് അഴുക്കുവന്ന് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ ഇത് വർക്കാവാതാകുന്നു. ഈ കാണുന്ന പോലെ സെൻസർ ക്ലീൻ ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇത് വർക്കാകുന്നതാണ്. It's caught in the crossfire.